ഹായ്. ഇപ്പോൾ പറവണ്ണ ഭാഗത്തും മീൻ ചാകരൊക്കെ ഇറങ്ങി അത് കഴിഞ്ഞ് ഒരു ദിവസം ഇദ്ദേഹം വല വീശിക്കൊണ്ട് മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കേട്ടോ. ഒരു വലയല്ല, പല വലകൾ പല ഭാഗത്തായിട്ട് കടലിൽ ഇട്ട് വെച്ചതാണ്. അത് താഴെ കല്ല് വെച്ച് താഴ്ത്തി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വല എവിടെയും പോവില്ല. നല്ല അധ്വാനത്തിലൂടെ മീൻ പിടിക്കാനുള്ള ശ്രമമാണ്. എന്തെങ്കിലും കിട്ടുമോ എന്ന് നമുക്ക് വല ഫുള്ള് വീശി വല വലിച്ച് അത് കരയിലെത്തിച്ച് ഒരു ഭാഗത്ത് ഒഴിച്ച് കൊണ്ടുവച്ച് അതിൽ ചെക്ക് ചെയ്യുമ്പോഴേ മീൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയുള്ളൂ. കണ്ടോ, ആ കടലിൽ നിൽക്കുന്നത് അദ്ദേഹമാണ്. അവർ തനിച്ച് ആ ഒരു വല ഇട്ട് വെച്ച് ചെക്ക് ചെയ്തുകൊണ്ടും അത് വലിച്ചെടുക്കാൻ തന്നെ കുറേ സമയം പാടുപെടുന്നുണ്ട്. വെള്ളത്തിൽ നിന്ന് വല തിരമാലകളെ അതിജീവിച്ച് ശക്തമായ തിരമാലകൾക്ക് മുകളിലൂടെ ആ വല വലിച്ച് അയാൾ കരക്കെത്തിക്കാൻ ഞങ്ങൾ അത്ഭുതപ്പെട്ട് നോക്കി നിന്നു. മീനെല്ലാം ഒരു ചാക്കിൽ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര മീൻ കിട്ടിയെന്ന് നമുക്ക് തന്നെ ഒന്ന് നോക്കാം. നമ്മൾ വല നിറയെ മീനുമായിട്ട് അദ്ദേഹം വരുന്ന ആൾക്ക് വേർപ്പെടുത്തുന്ന കാണാമെന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ. മീന് കാര്യമായിട്ട് മീനൊന്നും കിട്ടിയില്ല. ഈ വരവിൽ ഒരു പരന്ന മീനുണ്ടായിരുന്നു, അതിൻ്റെ പേര് അറിയില്ല. ആ മീൻ അയാൾ ചത്തതാണെന്ന് പറഞ്ഞാൽ ഒഴിവാക്കുകയും ചെയ്തു. ഇനി ഒരു പെടമാന്തൾ അവയ്ക്കിരുന്ന് പെടക്കണമുണ്ട്. നല്ല ഫ്രഷ് പുത്തൻ പുതിയ ഒരു വലിയ മാന്തൾ കിട്ടിയിരുന്നു. അത് വേർപ്പെടുത്തണം. എനിക്ക് തോന്നുന്നത് അയാൾ ഇതേപോലെ 4 വലകളിട്ട് വെച്ചിട്ടുണ്ട്. ആ വലകൾ ഓരോന്നും വലിക്കുന്നതിൽ നിന്ന് കിട്ടുന്ന മീനെല്ലാം കൂടി ശേഖരിച്ച് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം വീട്ടിലേക്ക് കറി വെക്കാനുള്ള മീൻ കിട്ടും. അത്രയൊക്കെ മീനെ ഒരു പ്രാവശ്യം കിട്ടുന്നുള്ളൂ. ഇത് ഒരു ഏട്ടക്കൂരി എന്നൊക്കെ പറയും. തെക്ക് ഭാഗത്ത് കൂരി എന്നൊക്കെ പറഞ്ഞാൽ ആ മീനാണ്. വലയിൽ കുടുങ്ങിയിട്ട് അത് നല്ല അധ്വാനിച്ച് വേണം വേർപ്പെടുത്തി എടുക്കാനാണ്. ഞാൻ വന്ന പോലെ കുറച്ച് ആളുകൾ നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വലയിൽ നിന്ന് മീൻ വേർപ്പെടുത്തണമെന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ സ്വയം വല വീശി മീൻ പിടിക്കുന്ന കാഴ്ചകൾ ഇപ്പോൾ കുറവാണ്. എങ്കിലും നമ്മൾ കടൽ ഭാഗത്ത് അത്യാവശ്യ മേഖലയിലൊക്കെ താനൂർ, കൂട്ടായി ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ശക്തമായ മഴ കഴിഞ്ഞ് എന്നാലോ തുടങ്ങിയ വെയിൽ ഭയങ്കര ചൂടുമാണ്. ആ പുരി വെയിലത്ത് നിന്നിട്ടാണ് ഇവർ ഈ മീൻ പിടിക്കുന്നത്. എന്നാൽ ആ പിടുത്തത്തിനുള്ള മീൻ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പല ദിവസം പല പോലെയാണ് കിട്ടുന്നത്. ആകാശം നല്ല തെളിഞ്ഞു നിൽക്കണം. നല്ല വേനൽക്കാലവും കടലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ടുണ്ട്. കര ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാം കയറി. മീൻ കണ്ട പെടക്കണം. ആ ഏട്ടക്കൂരിയാണ് പെടക്കണത്. അതിന് കൂടെ ആ മാന്തളമുണ്ട്. ചെറിയ ഞണ്ടിൻ്റെ കുട്ടികൾ അതുപോലെ പരൽ മീനുകളൊക്കെയാണ് ഇതിൽ ഇരയായിട്ട് വലയിൽ കൊളുത്തിയിട്ടുള്ളത്. അത് പല ഭാഗത്തായിട്ട് കൊളുത്തിയിട്ടിട്ട് ഒന്നിച്ച് കടലിൽ വീശിയിട്ട് മീൻ വന്ന് കുടുങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ഇട്ട് വെക്കുന്നത്. ഈ ബോക്സിലുള്ള മീനുകളെല്ലാം ഇതേപോലെ ആ വലയിൽ കിട്ടിയാണ്. ഒരു വലിയ മാന്തൾ കൂടി കിട്ടി. അത് പടമാന്തളാണ്, ചെറിയ മാന്തളല്ല, അതിനെടുത്ത് കിടക്കുന്ന മാന്തളാണ്. അങ്ങനെ കുറച്ച് മീനുകൾ മാത്രമേ കിട്ടിയുള്ളൂ. നല്ല തെളിഞ്ഞ ആകാശമുള്ള നല്ലൊരു ദിവസം. മീൻ കിട്ടുന്ന കുറവാണ്. ഇതേ തീരങ്ങളിൽ ചാകരയായിട്ട് കുറച്ച് ദിവസം മുമ്പ് പലയിടത്തും മീൻ അടിഞ്ഞു കൂടിയിരുന്നു. അതെല്ലാം ചെറിയ മത്തികളായിരുന്നു. നമ്മൾ വീഡിയോകളൊക്കെ കണ്ടാണ് മത്തിച്ചാകര ഇറങ്ങിയിട്ട് അത് കുറേ കുട്ടികളും അതുപോലെ ഫാമിലിയൊക്കെ ഒന്നിച്ചിറങ്ങി കവറുകളിലും ചാക്കിലും വാരിക്കൊണ്ടിരുന്നു. അയാൾ അടുത്ത വല കൊണ്ട് വന്ന് അദ്ദേഹം അതിന് വേർപ്പെടുത്തണം മീനുകൾ. ഇതിൽ നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ഏട്ടക്കൂരി മീൻ പുഴയിൽ നിന്ന് പിടിക്കുന്നത് പോലെയല്ല കടലത്തെ ഒരു സിൽവർ കളറാണ്. നല്ല വലിപ്പം ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ പുഴയിൽ നിന്ന് പിടിക്കുന്നത് ഒരു മഞ്ഞ കളറിലാണ് വരിക. മഞ്ഞളേട്ട എന്നൊക്കെ പറയും. ഇത് കണ്ടോ, ഇത് അടുത്തതും കിട്ടിയിട്ടുള്ളത് മാന്തളാണ്. ആ മാന്തളിന് പിടക്കുന്ന ജീവനുള്ള മാന്തളാണ്. മണലിൽ കിടക്കുന്ന നോക്കണ്ട. അദ്ദേഹം വലയുമായിട്ട് വീണ്ടും ഇറങ്ങിയത് ആ കടലിൽ കാണുന്നത് അദ്ദേഹം വല വലിക്കുകയാണ് കേട്ടോ. കടലിൽ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് വെള്ളത്തിൽ നിന്നാണ് വലിച്ചു കൊണ്ടുവരുന്നത്. അത് ആ വലയുമായിട്ട് വലിച്ച് അടുത്ത ട്രിപ്പ് പോവാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്ക് അടുത്ത് പോയി നോക്കാം. ഇത് ആരൊക്കെയോ ബോട്ട് കരയിലിട്ടാണ്, മീൻ കുറവായത് കാരണമാണ് കരക്കടുപ്പിച്ചിട്ടുള്ളത്. ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് അദ്ദേഹം വരുന്നു. അതുപോലെ മീനുകളെ കംപ്ലീറ്റ് വേർപ്പെടുത്തി അവിടെ ഈ പെട്ടിയിൽ ആദ്യം ഇട്ടിട്ട് ആ പെട്ടി മറ്റൊരു ചാക്കിലാക്കിയിട്ട് അവിടെ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് ഇത് വലിച്ച് ഈ വലയിൽ നിന്ന് മീൻ വേർപ്പെടുത്തണം. ദൂരെ ദിക്കിലായിട്ട് കുറേ ബോട്ടുകൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വലിയ ബോട്ടിനെ ചുറ്റിയിട്ട് 2 ചെറിയ ബോട്ടുകളും കൂടെ കാണുന്നു. ഈ ചെറിയ ബോട്ടുകളാണ് വീശിയ വല ആട്ടി കൊടുത്ത് മീനിനെ അതിലോട്ട് ആക്കുന്നത്. അവിടെ നമ്മൾ കണ്ടത് അദ്ദേഹം വീണ്ടും വല കൊണ്ട് ഇറങ്ങിയാണ് കേട്ടോ. തിരമാലകൾക്ക് മുകളിലൂടെ ചാടി നീന്തി അതിനെ തടഞ്ഞുകൊണ്ടാണ്
ആ വല വലിക്കാനുള്ള ശ്രമം. ഓരോ വലക്കും ഓരോ ടൈപ്പ് മീനാണ് കുടുങ്ങൽ സാധാരണ. ആ വലയുടെ കണ്ണി അനുസരിച്ചിട്ടാണ്. ഇവിടെ കൂടുതലായിട്ടും പടമാന്തൾ ഏകദേശം ആ വലുപ്പത്തിലുള്ള മീനുകളാണ് കിട്ടുന്നത്. ഏട്ടക്കൂരിയൊക്കെ കിട്ടിയത് ആ പടമാന്തളുടെ വലുപ്പമുള്ള ഏട്ടക്കൂരിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതുപോലെ കടലിൽ ഇറങ്ങിയിട്ട് സ്വയം വല വീശിയിട്ട് പിടിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ നീന്തല്ല ചെയ്യുന്നത്, ശരിക്ക് നടന്ന് കടലിലോട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരിക്കലും നമ്മൾ പുറമെ അറിയാത്തവർ അനുകരിക്കരുത്. ഇവരൊക്കെ ഡെയിലി ഇതേപോലെ മീൻ പിടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും എക്സ്പീരിയൻസിൽ ചെയ്യാൻ പറ്റുന്നത്. ബാക്കി നീന്തുന്നുമുണ്ട്. ബാക്കി മീനും കിട്ടി.